അനന്തപുരിയിൽ നിന്ന് കൗൺസിലർമാർ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോവുകയാണ്. തലസ്ഥാനത്ത് നിന്ന് മറ്റൊരു തലസ്ഥാനത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ വാർത്തയിലേക്ക് നമുക്ക് പോകാം. അനന്തപുരിയിലെ വൻ വിജയത്തിന് പ്രധാനമന്ത്രി ഒരുക്കിയ സ്വീകരണം ഏറ്റുവാങ്ങാൻ കോർപ്പറേഷനിലെ BJP കൗൺസിലർമാർ ഇന്ന് ഡൽഹിക്ക് തിരിക്കുകയാണ്. മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും നേതൃത്വത്തിലാണ് കൗൺസിലർമാർ ഡൽഹിക്ക് പോകുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യും. ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരം നഗരസഭ പിടിച്ചടക്കിയ BJP കൗൺസിലർമാർ പ്രധാനമന്ത്രിയുടെ ആതിഥ്യം സ്വീകരിക്കാൻ ഇന്ന് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് യാത്ര തിരിക്കും. ചരിത്ര വിജയം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് സംഘം ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിൽ കൗൺസിലർമാരുമായി സംവദിക്കും. രാജ്യത്ത് തന്നെ അപൂർവ നിമിഷത്തിനാകും ഈ നിമിഷം സാക്ഷ്യം വഹിക്കുക. ഉച്ചയ്ക്ക് 12:15 കേരള എക്സ്പ്രസിലാണ് സംഘം യാത്ര തിരിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മേയർ അടങ്ങുന്ന യാത്രാ സംഘത്തെ യാത്രയാക്കും. BJPയുടെ ചരിത്ര വിജയം രാജ്യത്ത് ആകമാനമുള്ള പാർട്ടി പ്രവർത്തകർക്ക് വലിയ ആവേശമാണ് നൽകുന്നത്. ഇടതു വലത് കോട്ടയെന്ന് വിശേഷിപ്പിച്ചിരുന്ന തിരുവനന്തപുരം നഗരസഭ അനായാസമാണ് BJP വിജയിച്ചു കയറിയത്. ഈ വിജയം എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള പാർട്ടി പ്രവർത്തകരെ അറിയിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് BJP ആസ്ഥാനത്ത് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ യാത്രാ സംഘം എത്തുമ്പോൾ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിലെല്ലാം സ്വീകരണമൊരുക്കുവാനും BJP ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരിപാടി ദിവസം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും സംഘത്തോടൊപ്പം ചേരും. തലസ്ഥാനത്തെ കൗൺസിലർമാർക്ക് പുറമെ മുനിസിപ്പാലിറ്റികളിലെ അംഗങ്ങളും BJP ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരും BJP പ്രധാന പ്രതിപക്ഷമായ പഞ്ചായത്തുകളിലെ പ്രതിപക്ഷ നേതാക്കളും പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുക്കും. കേരളത്തിൽ നിന്ന് 112 പേരാണ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുന്നത്. ജനം, തിരുവനന്തപുരം.